Hi friends, ഞാൻ ഇന്ന് കാണിക്കുന്നത് ചിക്കൻ ചീസി ബോൾസ് എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ്. കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. പിന്നെ ഞാൻ ഇതിൽ 10 എണ്ണമാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ അളവ് പ്രകാരം ടോട്ടലി 20 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പകുതി ഉണ്ടാക്കി കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നൗഫാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും അതേപോലെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ സജഷൻസോ അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ചീസി ബോൾസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ചീസി ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് ആദ്യം കുറച്ച് സാധനങ്ങളൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 250 ഗ്രാം ചിക്കന്. അപ്പോൾ ഇത് ഞാൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്, എല്ലില്ലാത്ത ഭാഗം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എല്ലില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളകും, പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ ഒരു സവാളയും, ചെറിയ സവാളയാട്ടോ എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു പച്ചമുളകും, പിന്നെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ചിക്കന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരല്പം ബേക്കിംഗ് സോഡ, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കൊരു റാപ്പ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്ത് എടുക്കുക. നല്ലൊരു അടപ്പുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പക്ഷേ ഇതിലേക്ക് ഒട്ടും എയർ കടക്കരുത്. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്, അതായത് വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് കുറവുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇത് ഉണങ്ങിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് കവർ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് റെസ്റ്റ് ചെയ്യണ ആ ടൈമിൽ നമുക്കതിൻ്റെ ഫില്ലിങ്ങും കോട്ടിങ്ങും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചീസ് എടുക്കുക. ചീസ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് നുറുക്കുക ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം, ഒരുപാടൊന്നും വേണ്ട, ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചീസിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് അൺസാൾട്ടഡ് ആണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം, സാൾട്ടഡ് ആണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇതിലേക്കും ഒരല്പം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും. പിന്നെ നമ്മുടെ ഈ ഒരു മൈദയ്ക്കും കോൺഫ്ലോർക്കുള്ള ഒരല്പം ഉപ്പ്, ഒരുപാടൊന്നും ചേർക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് വേറെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം ഒരു 2 മുട്ടയുടെ വെള്ളയും, നമ്മൾ 2 മുട്ടയുടെ മഞ്ഞയല്ലേ നമ്മൾ ചിക്കൻക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷനും അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ പാലും ഒന്ന് നന്നായിട്ട് വിസ്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി, കോട്ടിങ്ങും റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. കയ്യുമ്മേ ജസ്റ്റ് ഒന്ന് ഓയിലാക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഉരുള എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മുടെ ചീസ് എടുക്കുക. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ചീസ് മിക്സ് എടുക്കുക. അതായത് നമ്മുടെ ഈ ബൗളിൻ്റെ ഉള്ളിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ കയ്യുമ്മ ഓയിലാക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് അല്പം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ചീസിൻ്റെ മിക്സിൽ നിന്ന് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണേ, അതായത് 1 ടീസ്പൂൺ ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ പാട്ടൊന്നും നമ്മളിത് അടച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ചീസിൻ്റെ പാർട്ടൊന്നും പുറത്തേക്ക് വരരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി എല്ലാതും ഇങ്ങനെ ബാളാക്കിയാണ്ട് എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഉരുളകളാക്കി ഒരു 10 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഉരുളകളാക്കി വെച്ച, അതായത് ഒരു ബാൾ എടുത്തുങ്ങാണ്ട് നമ്മൾ ഈ മൈദ മിക്സിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക. അങ്ങനെ ഉരുട്ടി കൊടുത്തതിന് ശേഷം ഇടത് കൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് ജസ്റ്റ് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഒരു ഉരുള എടുക്കുക. ആദ്യം നമ്മുടെ മൈദ മിക്സിലൊന്ന് ഒപ്പിയെടുക്കുക. എന്നിട്ട് എഗ് വൈറ്റിലേക്ക് വരിക. എന്നിട്ട് അതിലൊന്ന് ജസ്റ്റ് മുക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് വരിക. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഉരുളകളും ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ അങ്ങനെ 10 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മിക്സിൽ ഫുള്ള് ഞാൻ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ, പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നാൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മുടെ ബാൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കനും കുക്കാവണം, അതേപോലെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലെ ചീസ് മെൽറ്റ് ആവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പുറം കരിഞ്ഞു പോവും, ഉള്ളിലത്തെ ചീസൊന്നും മെൽറ്റ് ആവില്ല. പക്ക ലോ ഫ്ലെയിമിൽ വെക്കരുത്. കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പലഹാരം കേട്ടോ. ചിക്കനും ചീസും ഒക്കെ അല്ലേ, അപ്പോൾ പിന്നെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിത് 2 പ്രാവശ്യം കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം മൈദയുടെ മിക്സിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ എഗ് മിക്സിലൊന്ന് കോട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് വരികയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും ഇത്. നല്ല ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മൈദയുടെ മിക്സ് ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ എഗ് മിക്സിൽ കോട്ട് ചെയ്തുകൊണ്ട് നേരെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ബാൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കിത് മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസി ബാൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.